ഹായ് ഗൈസ്, ആക്കും വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂരാണുള്ളത്, അമ്മയുടെ വീട്ടിലാണുള്ളത് ഗൈസ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ സംവാദങ്ങളും എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗൈസ് നോക്കൂ, നല്ല അടിപൊളിയാണ്, വൈബ് കിട്ടുന്ന സ്ഥലം എന്ന് പറയാം. കാരണം മൊത്തത്തിൽ പച്ചപ്പ് പിടിച്ചത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മയിലുണ്ട്, പന്നിയുണ്ട്, മുള്ളമ്പന്നിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പുലി മാത്രമില്ല ഗൈസ്. പിന്നെ മാനുണ്ട് ഗൈസ്. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമാണ്, വൈബാണ്. പിന്നെ പാറയുണ്ട്, പാറയിൽ കയറുന്ന കഴിഞ്ഞാൽ കൂടുതൽ വൈബ് കിട്ടും. നല്ല രസമാണ് കാണാൻ തന്നെ. പിന്നെ ഈ റോഡിന്റെ നടുക്ക് ഇങ്ങനെ ആ ഒരു മരങ്ങൾ ഇങ്ങനെ കൂടി ചരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇത് നല്ല പറമ്പായിരുന്നു, പക്ഷെ ഇപ്പൊ പുല്ലൊക്കെ പിടിച്ച് ഭയങ്കര ഇതായി പോയി ഗൈസ്. നല്ല രസം കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റും, അടിപൊളിയാണ്. നല്ല ഇവിടെ കാറ്റൊക്കെ വന്നിട്ടല്ലോ, അടിപൊളിയാണ് ഗൈസ്. കമോ നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഉറുമ്പുണ്ടോ ഗൈസ്? ഉറുമ്പുണ്ട് വേറെ. ഇവിടെ ഇറങ്ങാൻ, പക്ഷെ ഇവിടെ കാടൊക്കെ പിടിച്ചോണ്ട് ഇറങ്ങാനുള്ള. പിന്നെ ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരു സാധനം കണ്ടോ? ഇത് ചെയ്യുമ്പോൾ വെള്ളം ഒഴുകും. കാണിച്ചു തരാം ഗൈസ്, ഫോളോ മീ. ഗൈസ് നോക്കൂ, ഇവിടെ കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് നോക്കൂ, ഇതേ അവിടെ കണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചരിവ് വന്നേക്കാണ്, വള പോലെ. അതിനകത്ത് കൂടെ ഗൈസ് മറ്റേ പാറയിന്ന് വന്ന വെള്ളം ഗൈസ് ഇതിൽ കൂടെ വന്ന് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇപ്പൊ മഴക്കാലത്താണ് കൂടുതൽ വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. ഇപ്പൊ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം വരുന്നില്ല ഗൈസ്. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഇതുണ്ട്, തൂങ്ങാണ സംഭവില്ലേ, എന്താ പറയാ, മരത്തിൽ ഇങ്ങനെ തൂങ്ങിയാടൂലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്, മൊത്തത്തിലൊരു അടിപൊളിയാണ് ഗൈസ്. അപ്പം പിന്നെ അവിടെ നോക്കുമ്പോ ഒരു അടിപൊളി പാറയുണ്ട്, പാറിന്റെ പൊക്കത്ത് നിന്ന് ഇത് മുഴുവൻ കാണാൻ പറ്റും. അപ്പൊ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോയാലോ? ഗൈസ് അത് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. നമുക്ക് പിന്നെ അങ്ങോട്ട് നടക്കാം, പക്ഷെ ഇപ്പൊ പുല്ലൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ നടക്കാത്തത്. ഇതിൽ കൂടെ ഇറങ്ങൂടെ പശുവിനെയൊക്കെ കൊണ്ടേ കിട്ടുമായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ കാട് പിടിച്ചുകൊണ്ട് കെട്ടാറില്ല ഗൈസ്. ഗൈസ് പാമ്പിന്റെ മറ്റേ കൂടെന്നൊക്കെ പറയില്ല, ഇതാണ്. പക്ഷെ ഗൈസ് പാമ്പൊന്നും ഇല്ലെന്നാണ്, പക്ഷെ ഉണ്ട് ഗൈസ്, മലമ്പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയല്. എനിക്കറിയില്ല ഗൈസ്. നല്ല രസമല്ലേ ഗൈസ്, കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു ഇതാണ്. അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റ് ആട്ടോ ഗൈസ്, അടിപൊളിയാണ് മൊത്തത്തിൽ ഗൈസ്. ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ, നിങ്ങൾ ഫോളോ മീ ഗൈസ്. അടിപൊളിയാണ് മൊത്തത്തിൽ. പിന്നെന്താ, ഇവിടെ പുല്ലും ഒക്കെ നല്ല രസമാണ്. പിന്നെ ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ട് മഴയൊന്നും ഇന്ന് മഴ പെയ്തു ഗൈസ്, ഇന്ന് മഴ പെയ്തായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് മഴ പെയ്തുള്ളൂ. പിന്നെ ഈ വെയിൽ വന്ന്, അപ്പൊ തന്നെ വെയിലും വന്ന്, മൊത്തത്തിൽ അങ്ങോട്ട് ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോ അടിപൊളിയാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെ ദേ ഉണ്ട്, നീര് മരം കണ്ടു, ആ ഒരു ഇതൊക്കെ പൈപ്പ്, അവിടെ നിന്നാ മതി. നമുക്ക് അവിടെ നിന്ന് പാറയിൽ കണ്ട് കയറി നമുക്ക് സെറ്റ് ആകാം. വരൂ ഗൈസ്. ബാക്കിൽ നോക്കുമ്പോൾ നമ്മുടെ വീട് കാണില്ല ഗൈസ്. നമ്മ ഇരുന്ന സ്ഥലത്താണെങ്കിൽ വീട് കണ്ടേരെ, ഇപ്പോൾ വീട് കാണില്ല ഗൈസ്, കാരണം നമ്മൾ തീ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് അപ്പൊ നമ്മുടെ പാറ, നമുക്ക് കയറി നോക്കാം. വീടൊന്നുമില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചാച്ചന്റെ സൈക്കിളും കൊണ്ട് വന്നേ. ഞാൻ സൈക്കിളും കൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കയറാറുള്ളതാണ് ഗൈസ്. ഏതോ ക്രിസ്മസിന്റെ സ്റ്റാർ ഒക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അടിപൊളിയാണ് മൊത്തത്തിൽ ഗൈസ്, കണ്ടോ, നല്ല രസമുണ്ട്. ഗൈസ് ഞാനാണ് ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്ന ഗൈസ്. ഇപ്പൊ ഞാനും പറയാൻ പോവുകയാണ്. അവിടെ നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് ഇരിക്കാം ഗൈസ്. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല, ഇപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ തലയും കുത്തി താഴെ ഗൈസ്. അല്ലോ, ഇവിടേക്ക് ഇപ്പൊ ഇറങ്ങിയ പറ്റില്ല ഗൈസ്. കാലില് നമ്മളീ മുള്ളൊക്കെ കുത്തിക്കയറും, മുള്ളമ്പന്നിയുടെ ഒക്കെ. നല്ല ഇങ്ങനെ കൊറേ ഇവിടെ ക്രിസ്മസിന്റെ സ്റ്റാർ ഒക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് വീട് നമ്മളൊരു അറ്റത്താണ് നമ്മള്
കുറച്ച് ദൂരം കൂടിപ്പോയി ഗൈസ് വന്ന്. അടിപൊളിയാണ്. യാ യാ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. യാ ഗൈസ് വീട്ടിലോട്ട് നടക്കാം. പിന്നെ ഇവിടെ നമ്മളിപ്പോ നടക്കുമ്പോ ഇങ്ങനെ ഊർന്നിറങ്ങണായിരുന്നു, നമ്മളിങ്ങനെ ഓടണെന്ന് തോന്നും ഗൈസ്. കാരണം ആ മരങ്ങളൊക്കെ നോക്കുക ഗൈസ്, എന്ത് നല്ല നാച്ചുറൽ ആയ സ്ഥലമാണ് ഗൈസ് ഇതൊക്കെ. ഇവിടെ വരേണ്ടതാണ് നിങ്ങള്, അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇവിടെ രാത്രി നമ്മൾ വരുമ്പോ ജസ്റ്റ് പേടിക്കും, പന്നി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത് മിനിമം രാത്രി രാത്രി വരുമ്പോ ഇങ്ങനെ പറയാൻ പറ്റില്ല. സ്ട്രീറ്റ് ലൈറ്റ് അത്ര ഇല്ല ഗൈസ് ഈ ഭാഗത്ത്. ഇവിടെ ഒരെണ്ണുള്ളൂ, അത്ര ലോങ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റ്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് നോക്കി നടക്കാൻ വരണം. പിന്നെ ഇടക്ക് മാനൊക്കെ വരും. മാനൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ. ഒരു ദിവസം ഞങ്ങ വെളുപ്പിന് പോയപ്പോ വണ്ടിയുടെ ഫ്രണ്ടിൽ മാൻ പെട്ടെന്ന് വന്ന് നിന്ന്. അങ്ങനെയൊക്കെ ആൾക്ക് ഇതായിരുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ വീട് കച്ചൊക്കാണ് കണ്ടോ ഗൈസ്. അപ്പൊ കൊറേ ലോങ് നടന്നു, ഞാൻ ഭയങ്കര തളർന്നു ഗൈസ്. ഇനി അങ്ങോട്ട് പോകാം. കൊറേ നടന്നു. ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇപ്പൊ. മഴ പെയ്തായിരുന്നു കുറച്ചു മുമ്പ്, ജസ്റ്റ് ചാറിപ്പോയി മാത്രമേ ഉള്ളൂ. നല്ല നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലമാണ് അത് കണ്ടോ. അപ്പൊ അതും കഴിഞ്ഞ് അപ്പുറവും കഴിഞ്ഞ് പോയി. നമുക്ക് വീട്ടിലോട്ട് പോകാം. അതെന്താന്ന് അറിഞ്ഞൂടാ, അവിടെ ഒരു വീട് പോലെ. അത് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. അടച്ചു പൂട്ടി കിടക്കുകയാണ്. എന്താന്ന് തീർച്ചയായും ഗൈസ്. തളർന്നു ഗൈസ്. നടന്ന് നമുക്ക് വീട് വരെ നടക്കാം ഗൈസ്. അപ്പൊ നമ്മള് അറ്റത്തൊരു കണ്ടോ, അവിടെ ഇപ്പൊ ഒരു വീടുണ്ട്. ബട്ട് അപ്പൊ ആ വീട്ടിൽ ആരും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ നിക്കാം ഗൈസ്. അങ്ങോട്ട് പോകുന്നില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വേണമെങ്കിൽ നിക്കാം. ഇവിടെ പറയാൻ പറ്റില്ല, പാമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ മയിലിന്റെ ശബ്ദമൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടോ അറ്റത്താണ് ആ വീട്. അതിപ്പോ പോകാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട്. ഇവിടെ ഹോളൊക്കെ ഉണ്ട് ഗൈസ്. ഉള്ളിൽ പാമ്പുണ്ടാന്ന് അറിയില്ല. ഗൈസ് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതുപോലത്തെ ഇരിക്കാനുള്ള സ്ഥലം ഗൈസ് ഇവിടെ കുറെ ഉണ്ട്. ഇവിടെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. നല്ല ഭംഗിയാണ് ഗൈസ്. നിങ്ങളിവിടെ വരേണ്ട ഒരു പ്ലേസ് ആണ് ഗൈസ്. വീട് എത്താറായിരിക്കുകയാണ്. നടന്ന് ഒരവശതയായി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.